ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് എനർജി ബൂസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്നത്തെയും പോലെ റെസിപ്പിയെക്കുറിച്ചൊന്നും അല്ല ഇന്നാണ് സംസാരിക്കുക. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമുക്കൊന്നും ഒരു കഴിവില്ല എന്നുള്ളത് അല്ലേ. എനിക്കൊരു കഴിവുമില്ല, നമ്മളിങ്ങനെ സ്വയം ദിവസം പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ചെറുപ്പം തൊട്ടേ നമ്മുടെ മനസ്സിലിങ്ങനെ അടിയുറച്ചു പോയൊരു കാര്യമുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ലെന്നുള്ളത് അല്ലേ. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ കാര്യമാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ നല്ല സ്പോർട്സിലൊക്കെ നല്ല കഴിവുള്ളവരായിരിക്കും, ചിലർ നന്നായിട്ട് യുവജനോത്സവമൊക്കെ വരുമ്പോഴത്തേനും നന്നായിട്ട് പാട്ടൊക്കെ പാടും, ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ടാവും, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ മാത്രം നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു കഴിവും ഇല്ല. പിന്നെ ചെറുപ്പം തൊട്ടേ നമുക്ക് കിട്ടിയ പ്രോത്സാഹനം അല്ലേ, നമ്മളുടെ എന്തെങ്കിലും ഒരു കഴിവ് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴത്തേന് കുടുംബത്തിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കര പ്രോത്സാഹനമായിരിക്കും. നീ ഇതൊന്നും നിർത്താവോ, അല്ലെങ്കിൽ നീ ഇതൊന്നും മതിയേക്ക്, ഇത് കൊള്ളില്ല എന്നുള്ളത്, അല്ല നിനക്ക് ഇതിനെ കൊണ്ട് ഇത് നടക്കില്ല എന്നുള്ളത്. അപ്പോഴേക്കും നമ്മൾ ഡസ്പായി. പിന്നെ നമ്മൾ വിചാരിക്കുക ശരിയാണ്, ഇവർ പറഞ്ഞത് ശരിയാണെന്ന് വെച്ചിട്ട് നമ്മുടെ കഴിവിനെയൊക്കെ നമ്മൾ മുളയിലേ നുള്ളിക്കളഞ്ഞല്ലേ. പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിയില്ല. നമ്മളൊരു പടം നമ്മൾ അറിയാണ്ട് പോലും വരച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാണ്ട് പോലും നമ്മൾ പേന എടുത്ത് വരയ്ക്കില്ല. അയ്യോ നമ്മൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുള്ളൊരു ചിന്തയിൽ അത് നമ്മൾ കഴിഞ്ഞു. പിന്നെ പാട്ടുപാട്, ഇങ്ങനെ ഓരോ കഴിവുകളും ഇങ്ങനെ പ്രോത്സാഹനം കാരണം ഇങ്ങനെ മരടിച്ചൊക്കെ പോയിട്ടുണ്ടാവും. എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് നമുക്കൊന്നും ആകാൻ പറ്റിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിവില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു വിഷമായിട്ട് പല ആൾക്കാർക്കും അതിലേക്ക് അങ്ങോട്ട് ഒതുങ്ങിക്കൂടാണ്. പിന്നെ അവർക്ക് മറ്റുള്ള ആൾക്കാരെ കുറച്ച് പ്രായമാകുമ്പോഴേക്കും കൂട്ടുകാരെയൊക്കെ കാണാനായിട്ട് അവരെയൊക്കെ ഒന്ന് ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ലേ, നമുക്കൊരു കഴിവില്ല, ഈ ഒരു ഇൻസെക്യൂരിറ്റി ഇത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞി കഥ കേട്ടാലോ. കഥ കേട്ടതിന് ശേഷം നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരിടത്ത് ടോം എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവന് 7 വയസ്സായിരുന്നു. അപ്പം അവൻ വളരെ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പം അവൻ്റെ അച്ഛനാണെങ്കിൽ സാധാരണ ഒരു കൃഷിക്കാരനായിരുന്നു, പക്ഷെ വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ. അപ്പം മക്കളെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക, നല്ലോണം ശ്രദ്ധിക്കുക, അവരെ സ്നേഹിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു. നമ്മുടെ ടോം വളരെ സന്തോഷവാനും വളരെ ചുറുചുറുക്കുള്ളൊരു പയ്യനാണ്. അവൻ എന്നും സ്കൂളിൽ പോവും. സ്കൂളിൽ പോയതിന് ശേഷം വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവൻ്റെ പന്ത് എടുത്തിട്ട് നേരെ മൈതാനത്തേക്ക് പോകും. എന്നിട്ട് അവൻ എന്നും ഇങ്ങനെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. ഇങ്ങനെ എന്നും അവൻ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന ടോം എന്നത്തേതും പോലെ ആയിരുന്നില്ല, അവനാകെ വിഷമത്തിലായിരുന്നു. അപ്പോൾ അവനൊരു മൂടൊന്നും ഉണ്ടായില്ല. അവനൊന്ന് പന്ത് കളിക്കാനൊന്നും പോയില്ല. അവന് സോഫയിൽ ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരുന്നു. അവനാകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വൈകുന്നേരം വരെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വൈകുന്നേരമായി, അച്ഛൻ വന്നു നോക്കുമ്പോൾ മോനിങ്ങനെ വളരെ വിഷമത്തോടെ ഇരിക്കുന്നു. അച്ഛൻ കണ്ടു. അച്ഛൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് വൃത്തിയായിട്ട് വന്നു. എന്നിട്ട് ടോമിൻ്റെ അടുത്ത് വന്നിട്ട് ടോമിൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, വാ നമുക്കൊന്ന് പുറത്ത് പോകാം. അപ്പോൾ ടോം അച്ഛനെ നോക്കിയിട്ട് വന്നാൽ ശരിയെന്ന് തലകുലുക്കിയിട്ട് അച്ഛൻ്റെ ഒപ്പം പോയി. അപ്പോൾ അവരിങ്ങനെ പുറത്തവർക്ക് മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ അച്ഛൻ്റെ ഒപ്പം പോയിരുന്നു. അപ്പോൾ അച്ഛൻ അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എന്നിട്ട് തോളിൽ കൈയിട്ടിട്ട് ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ടോമിന് ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൻ പെട്ടെന്ന് കരഞ്ഞതിന് ശേഷം അവനെ വിഷമിപ്പിച്ച കാര്യമെന്ന് അച്ഛനോട് പറഞ്ഞു. അവരുടെ വീടിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, ഡേവിഡ്. ഇവൻ്റെ ഒപ്പം ഇവൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു ആ കുട്ടി പഠിക്കുന്നുണ്ടായിരുന്നത്. അവൻ പഠിക്കാനൊക്കെ വളരെ മിടുക്കനായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം അവർക്ക് മാത്സ് ടെസ്റ്റിൻ്റെ പേപ്പർ കിട്ടി. കണക്ക് പരീക്ഷയിൽ ടോമിന് വളരെ കഷ്ടിച്ച് ജയിക്കാനുള്ള മാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. എന്നാൽ നമ്മുടെ ഡേവിഡിനാവട്ടെ അവൻ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് വല്ലാണ്ട് ടോമിന് വിഷമമായി. എനിക്ക് നല്ല മാർക്കൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച്. ഇതാണ് നമ്മുടെ ടോമിന് ഇത്രയധികം വിഷമം ആകാനുള്ള കാരണം. ഇത് വളരെ ശ്രദ്ധയോടുകൂടി അച്ഛൻ കേട്ടു. അതിനുശേഷം അച്ഛൻ ടോമിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ടോം, നിനക്ക് ഞാനൊരു 3 ചലഞ്ച് തരും, നീ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് ടോം ഇങ്ങനെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തലയാട്ടി. എന്നിട്ട് അവൻ ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും.
അപ്പം അച്ഛൻ പറയും അതൊക്കെ ഞാൻ പറയാം, ഇതിന് തയ്യാറാണോ എന്ന് ചോദിക്കും. ഞാൻ തയ്യാറാണ്, ശരി നാളെ വൈകിട്ട് ഞാൻ പറയാമെന്ന് പറയും. അന്ന് മുഴുവൻ രാത്രിയിലൊക്കെ ഉറങ്ങുമ്പോഴൊന്നും ടോമിന് ഇത് തന്നെയായിരുന്നു ചിന്ത, എന്തായിരിക്കും അച്ഛൻ തരാൻ പോണത്, എന്തായിരിക്കും അച്ഛൻ ചെയ്യാൻ പോണതെന്ന് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ വളരെ ഉത്സാഹത്തോടു കൂടി വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ടോം. എന്നിട്ട് സ്കൂളിലൊക്കെ പോയി ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ചിന്ത അച്ഛനെന്ന് എന്ത് ടാസ്ക് ആയിരിക്കും തരാൻ പോണേന്നാണ്. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് നമ്മുടെ ടോം ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്. അപ്പം അച്ഛൻ ഇങ്ങനെ അടുത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓടിച്ചെന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ ടാസ്ക്, വൈകുന്നേരമായി, ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പം അച്ഛൻ പറയും, നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, നീ നിൻ്റെ കൂട്ടുകാരനെ ഡേവിഡിനെയും കൂട്ടി എന്നത്തെയും പോലെ മൈതാനത്തേക്ക് പോയി ഫുട്ബോൾ കളിച്ചിട്ട് വരുമെന്ന് പറയും. അപ്പം നമ്മുടെ ടോം വലിയ എന്താണ് പ്രതീക്ഷ, അച്ഛൻ വേറെന്ത് വലിയ കാര്യമാണ് തന്നോട് പറയാൻ പോണേന്ന്. ഇത് കേട്ടപ്പം കുറച്ച് നിരാശ വന്നു നമ്മുടെ ടോമിന്. പിന്നെ അച്ഛൻ പറഞ്ഞതല്ലേന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി ഓടിച്ചെന്ന് ഡേവിഡിനെയൊക്കെ വിളിച്ചിട്ട് മൈതാനത്ത് പോയി കളിച്ച് എന്നത്തെയും പോലെ വൈകുന്നേരമായി തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേക്കും എന്നത്തെയും പോലെ അച്ഛനും വീട്ടിലൊക്കെ വന്ന് റെഡിയായി ടോമിനെ പ്രതീക്ഷിച്ചിങ്ങനെ പൂന്തോട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ടോം ഓടി വന്ന് അച്ഛനോട് അടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഫുട്ബോളൊക്കെ കളിച്ചു കഴിഞ്ഞു, ഇനി എന്താ അച്ഛന് പറയുള്ളൂ. അപ്പോൾ ചോദിക്കുന്നു, നിന്റെ കളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നീയും ഡേവിഡും എങ്ങനെയാണ് കളിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ ടോം ഉടനെ അന്ന് ഞാൻ അവനെയും കൂട്ടി മൈതാനത്ത് പോയി, അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് ഫുട്ബോൾ കളിച്ചു, ഞാനിങ്ങനെ ഗോളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡേവിഡിന് എൻ്റെ അത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവൻ പലപ്പോഴും ഗോളൊക്കെ മിസ്സാക്കി, അവൻ ഇങ്ങനെ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കളിച്ച് സമയമായി തിരിച്ചു വന്നു എന്ന് പറയും. നാളത്തെ ദിവസം നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൻ്റെ ചുറ്റിലും കാണുന്നതൊക്കെ നീ കണക്കുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കണമെന്ന് പറയും. അപ്പം നീ രാവിലെ കഴിക്കണ ദോശയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ്, അങ്ങനെ നീ എത്ര ദോശ കഴിച്ചു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നീ കണക്കുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയിട്ട് വൈകുന്നേരം എന്നോട് വന്ന് പറയാൻ പറയും. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പം മുതൽ അച്ഛൻ പറഞ്ഞ പോലെ ടോം എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ എന്തെടുത്താലും അതിലൊക്കെ അവൻ മാത്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെന്താണ് പഠിക്കാനുള്ളത്, ഇതിലെന്താണ് നോക്കാനുള്ളത്, അങ്ങനെ എന്നും മാത്സിൻ്റെ ക്ലാസ്സൊക്കെ ടീച്ചർ എടുക്കുമ്പോഴത്തേന് അവൻ അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല. പക്ഷെ അന്നത്തെ ദിവസം ടീച്ചർ ഏതൊക്കെ നമ്പറാണ് എഴുതണത് അങ്ങനെ എല്ലാം അവൻ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ പടികളൊക്കെ കയറുമ്പോഴത്തേന് എത്ര പടികളുണ്ട്, അന്നേ വരെ സ്കൂളിൽ പോകുമ്പോൾ ടോം ഒരിക്കൽ പോലും സ്റ്റെപ്പ് കയറുമ്പം എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ആദ്യമായിട്ട് ടോം എത്ര സ്റ്റെപ്പുണ്ട്, ക്ലാസ്സിൽ എത്ര ബെഞ്ചുണ്ട്, എത്ര കുട്ടികൾ ഇന്ന് ആബ്സെൻ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യവും ടോം ശ്രദ്ധിക്കാൻ തുടങ്ങി. ബോർഡുണ്ട്, ബോർഡിൻ്റെ ഷേപ്പ് എന്താണ്, അങ്ങനെ A to Z എല്ലാം അവൻ കണക്കുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാം ചിന്തിക്കും. അപ്പോൾ അവന് കണക്ക് നല്ല ഓനൊരു ഇൻട്രസ്റ്റ് വന്നു. കണക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴും അവർ പോകണ്ടല്ല ഇതിന് എത്ര ഇതുകളുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് ടോം അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ടോമിൻ്റെ മനസ്സൊക്കെ അങ്ങോട്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാട്ടോ. എനിക്ക് പണ്ടത്തെ പോലെയല്ല, എനിക്ക് മാത്സ് ഇപ്പോൾ കാണുമ്പോഴത്തേന് ടീച്ചറൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേന് എനിക്ക് കേൾക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ഇത് അച്ഛനോടൊന്ന് പറയണമല്ലോ. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ടോം. വൈകുന്നേരം അച്ഛൻ വന്നു. എന്നും പോലെ ടോം കളിയൊക്കെ കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാനിന്ന് സ്റ്റെപ്പ് എണ്ണി, ഇത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ബെഞ്ച് എണ്ണി, ടീച്ചർ പറയണൊക്കെ ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു, അപ്പം എനിക്ക് മാത്സൊക്കെ എനിക്ക് ഇഷ്ടമായി തുടങ്ങിയെന്ന് പറയും. അച്ഛൻ അവനെ ഇങ്ങനെ പുറത്തൊക്കെ തട്ടിയിട്ട് നല്ല കാര്യം എന്ന് പറയും. വളരെ നന്നായി, നീ ഇതുപോലെ ചെയ്യൂ എന്നൊക്കെ പറയും. അച്ഛൻ ഇങ്ങനെ ടോമിനെ അടുത്തിരുത്തിയിട്ട് ചോദിക്കും, ടോം നിൻ്റെ കൂട്ടുകാരനില്ലേ ഡേവിഡ്, അവൻ നിന്നെക്കാളും എത്ര ബെറ്റർ ആണെന്ന് നീ വിചാരിക്കുന്നുണ്ട്? മാത്സ് ഒക്കെ ചെയ്യാനേ നിന്നെക്കാളും എത്ര ബെറ്റർ ആയിരിക്കും അവൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ടോം മറുപടി പറഞ്ഞു, എന്നെക്കാളും 3 ഇരട്ടി ഫാസ്റ്റ് ആയിരിക്കും വെച്ചാൽ, ഞാനൊക്കെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴത്തേനും അവൻ 3 ഇരട്ടി ഫാസ്റ്റായിട്ട് ചെയ്യും, എന്നെക്കാളും 3 ഇരട്ടി ബെറ്റർ ആണ് അവൻ എന്ന് പറയും. അപ്പോൾ ഇത് കേട്ട് അച്ഛൻ പറയും, ഇനി മുതൽ നീ പഠിക്കുമ്പം നീ 3 ഇരട്ടി സമയം, നീ ഇപ്പോൾ എത്ര സമയം പഠിക്കണമുണ്ടോ അതിൻ്റെ 3 ഇരട്ടി സമയം നീ പഠിക്കാനായിട്ട് ചിലവഴിക്കണമെന്ന് പറയും. അപ്പം ടോം ശരി അച്ഛൻ പറഞ്ഞ് അച്ഛൻ പറയണത് ഒക്കെ സമ്മതിക്കും. എന്നിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് പഠിക്കാനായിട്ടിരിക്കും. നേരം പഠിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ടോമിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോട്ടെ. കുറച്ച് കഴിയുമ്പോഴേക്കും ടോം ഉറങ്ങിയിട്ടുണ്ടാവും. കുറേ കഴിയുമ്പോൾ അച്ഛൻ വന്ന്
അവനെ പതിയെ ഇങ്ങനെ തട്ടി വിളിക്കുമ്പോഴായിരിക്കും ടോം പെട്ടെന്ന് ഉണരണത്. അപ്പോൾ അവൻ അച്ഛനെ കാണുമ്പോൾ വല്ലാണ്ട് വിഷമം തോന്നും. അപ്പം അച്ഛനോട് പറയും, അച്ഛാ എനിക്ക് അച്ഛൻ പറയണ പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അത്രയൊന്നും പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയും. അത് സാരമില്ല, നീ അതൊക്കെ വിട്ടാലും നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. അങ്ങനെ അച്ഛൻ ടോമിനെയും കൂട്ടി പുറത്തിങ്ങനെ നടക്കും. എന്നിട്ട് ടോമിന് പറഞ്ഞു കൊടുക്കും, മോനെ, നമ്മുടെ ചുറ്റിലുള്ള എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്. കഴിവില്ലാത്തതായിട്ട് ഈ ലോകത്ത് ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്. അതാദ്യം നമ്മൾ കണ്ടെത്തുന്നതിലാണ് നമ്മളുടെ വിജയം. ഓരോ ആൾക്കാർക്കും അവരവരുടെ കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം നിന്റെ കൂട്ടുകാരൻ ഡേവിഡ് ഇല്ലേ, അവന് നിന്റെ കണക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതേപോലെയാണ് നിനക്ക് അവനെ പോലെ പഠിക്കാൻ കഴിയില്ല. പക്ഷേ നിനക്കത് കഴിയില്ല എന്നല്ല, നിനക്കതിന് ശ്രമിച്ചാൽ സാധിക്കും. അതുകൊണ്ടാണ് അച്ഛൻ മോനോട് പറഞ്ഞത്, അവൻ്റെ ഒപ്പം അതേപോലെ നിനക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ 3 ഇരട്ടി സമയം അതിനുവേണ്ടി ചെലവഴിക്കണമെന്നുള്ളത്. അതേപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ ഇഷ്ടത്തോട് ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് ബോറടിക്കുകയില്ല. 100% കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ വിജയിക്കാൻ പറ്റും. ഇനി മുതൽ നമ്മളും നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിയണം. ചിലർക്ക് കുക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനി നമ്മുടെ ചുറ്റിലുള്ളവരെ എന്ത് പറഞ്ഞോട്ടെ, അത് നമ്മളെ ബാധിക്കുകയോ ചെയ്യല്ലേ. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഓരോ ഇഷ്ടങ്ങളും നമ്മൾ ഉപേക്ഷിക്കാനും പാടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കും തോന്നണത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാട്ടെടുക്കുക, നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ദിവസം ദിവസം പാടി പാടി എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു ആത്മവിശ്വാസം വേണം. നമ്മൾ 100% നമ്മളതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ 100% കോൺഫിഡൻ്റ് ആണ്, എനിക്കിത് അറിയാം. അപ്പം നേരെ അങ്ങോട്ട് ചെല്ലുക. എന്തിപ്പം ഫാമിലി ഫങ്ഷന് എന്ത് വരികയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാട്ട് പാടാം, ഞാനൊരു പാട്ട് പാടാൻ അങ്ങോട്ട് മുന്നിറങ്ങി പറയുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പാട്ട് അങ്ങോട്ട് പാടുക. നിങ്ങൾ പഠിച്ച പാട്ട് നല്ല കോൺഫിഡൻസോട് കൂടി അങ്ങോട്ട് പാടുക. അത് പാടിക്കഴിയുമ്പോഴല്ലേ നമുക്കൊരു ആത്മവിശ്വാസം, ഞാനിത് ചെയ്തു, എനിക്കിത് പറ്റും. നിങ്ങൾ ആ ലെവലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആര് പിടിച്ചാലും നിങ്ങളെ കിട്ടില്ല. നിങ്ങൾ വേറെ ലെവലായി. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാവണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അല്ലാണ്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നിട്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. നമ്മളുടെ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മളതിൽ കഷ്ടപ്പെടാനായിട്ട് തയ്യാറാവണം. നമ്മുടെ 100% എഫേർട്ട് അതിലിടണം. ഇട്ടതിന് ശേഷം നിങ്ങളതിൽ വിജയിച്ച് കാണിക്കണം. നമ്മുടെ ചുറ്റിലുള്ളവർക്കൊക്കെ ആ വിജയത്തിലൂടെയാണ് മറുപടി കൊടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേനും തോറ്റ് പിന്മാറുകയല്ല ചെയ്യണത്. നമ്മളത് ചെയ്ത് അതിന് മറുപടിയല്ല, നമ്മുടെ വിജയത്തിലൂടെയാണ് അവർക്ക് മറുപടി കൊടുക്കുന്നത്. ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. ഇതാണ് ഞാൻ, എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലാന്ന് കാണിച്ചു കൊടുക്കണം. ഇതേപോലെ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്ത് വലിയ വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നിങ്ങൾക്ക് ഞാൻ എന്തോ ആയി, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പറ്റും, ആ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വേണ്ടാത്ത ചിന്തകളും ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ കഴിവുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പ്രൂവ് ചെയ്താണ് നമ്മുടെ കഴിവുകൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പം എല്ലാവരും ഇത് കേൾക്കണ എല്ലാവരും, നിങ്ങൾക്ക് എല്ലാവരുടെയും ഉള്ളിൽ കഴിവുകളുണ്ട്. കഴിവില്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒരാളുമില്ല. നമ്മൾ ഏത് മേഖലയിലാണോ നമുക്ക് കഴിവുള്ളത് അത് നമ്മൾ തെളിയിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരെ, എല്ലാവർക്കും സന്തോഷം എന്താണ്, നമ്മൾ ചെയ്യണ ഒരു കാര്യം മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. അതേ രീതിയിലായിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു പടം വരയ്ക്കുകയാണെങ്കിൽ പടം വരച്ച് നിങ്ങൾ ഫേസ്ബുക്കിലോ അതിലൊക്കെ പോസ്റ്റ് ചെയ്യുമോ, എന്നിട്ട് നിങ്ങളുടെ അടിയിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതി നിങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്കത് 4 പേര് കണ്ട് അതിൻ്റെ അടിയിൽ വന്ന് 4 പേര് കമൻറ്റ് ചെയ്യും, വളരെ നന്നായിട്ടുണ്ട്, വീണ്ടും ഇതുപോലുള്ള പടങ്ങളൊക്കെ വരയ്ക്കും. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉണ്ടല്ലോ
നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങളെ ഒരാളിങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഉള്ളിൽ ഇങ്ങനെ നിങ്ങളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നിങ്ങളൊരു പടം അത് കണ്ട് ആരെങ്കിലും കളിയാക്കി അന്നത്തോടു കൂടി അത് ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഗോൾസ് എഴുതിക്കുക, എനിക്ക് ഇന്നതാണ് ആവേണ്ടുന്നത്. അത് നമ്മൾ ആദ്യം എഴുതി വെക്കുക. അതിനെന്താണോ ചെയ്യണത് അതിനു വേണ്ടി നമ്മൾ ഓരോ ദിവസവും പ്രയത്നിക്കുക. അതിനുശേഷം നമ്മൾ നോക്കുക നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ആയി എന്ന് വിലയിരുത്തുക. നിങ്ങൾ സ്വയം വിലയിരുത്തുക, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഞാൻ ആദ്യത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. അതിനനുസരിച്ച് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് മുന്നേ ആദ്യം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. മറ്റൊരാളെക്കാളും മുന്നേ നമ്മൾ തന്നെ നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും താഴ്ത്തില്ല. ഒരു ദിവസം പോലും നമ്മളിങ്ങനെ ഇനി മുതൽ നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. ഒരിക്കലും എനിക്ക് ഈ കഴിവില്ല എന്ന് പറയില്ല, എനിക്കിത് സാധിക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട പാഠതാണ്. എനിക്കത് പറ്റും, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, എനിക്കെല്ലാം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളിങ്ങനെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നിങ്ങൾ സാധിച്ച് കാണിച്ചു കൊടുക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരിക. ചിലർ പറയും, ഓ എനിക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യണില്ല എന്ന്. ഒരിക്കലും നമ്മൾ 100% ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്തു നമ്മുടെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യവും ഇല്ല. നമ്മളെല്ലാ അനുകൂല സാഹചര്യങ്ങളിൽ നിന്നും ഒരു കാര്യം തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നമ്മൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിട്ട് നമ്മളൊരു വിജയത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും നമുക്കതിന് കൂടുതൽ സന്തോഷം ഉണ്ടാകുക. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കതിന് വാല്യൂ ഉണ്ടാവില്ല. ഈ ലോകത്ത് അമൂല്യമായിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക് മാത്രമേ മതിപ്പുള്ളൂ. ഉദാഹരണത്തിന് ഡയമണ്ട് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നില്ല. സുലഭമായിട്ട് ഒരു സാധനം കിട്ടുകയാണെങ്കിൽ ആൾക്കാർ അതിന് വാല്യൂ കൊടുക്കില്ല. എന്തും നമുക്ക് വളരെ ദുർലഭമായിട്ട് കിട്ടാക്കനിയായിട്ട് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് എല്ലാവരും അതിനെ വാല്യൂ കൊടുക്കുക. അതേപോലെയാണ് ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും ഇന്ന് നിങ്ങളുടെ ഒപ്പം ഉണ്ട്, പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണില്ല. പക്ഷെ നാളെ നിങ്ങളൊരു നല്ലൊരു നിലയിലെത്തുക, നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെ തള്ളിപ്പറഞ്ഞ എല്ലാവരും നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കാനല്ലേ നിങ്ങളുടെ വിജയം ആഘോഷിക്കാനായിട്ട് അവരായിരിക്കും നിങ്ങളുടെ മുന്നിലുണ്ടാവുക. ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന സക്സസ് ആയിട്ടുള്ള ആൾക്കാർ അവരൊരിക്കലും ഒരു ദിവസം കൊണ്ട് ആ നിലയിലെത്തിയതല്ല. അവരുടെ ലക്ക് കൊണ്ടും അവരെത്തുന്നതല്ല, അവരുടെ കഠിന പ്രയത്നം കൊണ്ട് അവരാ നിലയിൽ എത്തിച്ചേരുന്നതാണ്. അതേപോലെ നമ്മളുടെ തുടക്കകാലത്ത് നമുക്ക് കുറേയധികം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അതെല്ലാം വളരെ ധൈര്യപൂർവ്വം അതിനെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വിജയത്തിലേക്കുള്ള പാത ഒരിക്കലും ഒരു പൂമെത്തയായിരിക്കില്ല, അത് കല്ലും മുള്ളും നിറഞ്ഞ പാതയായിരിക്കും. ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ്. നിങ്ങളെല്ലാവരും കഴിവുള്ളവരാണ്. കഴിവില്ലാത്തവരായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കാനായിട്ട് നിങ്ങളാണ് ശ്രമിക്കേണ്ടുന്നത്. ഒരിക്കലും അലസന്മാരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. കഠിനമായിട്ട് പ്രയത്നിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുവാണ് എനിക്കൊന്നും സാധിക്കില്ല അല്ലെങ്കിൽ എനിക്കൊരു കഴിവുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ സമയത്ത് അങ്ങനെ ചിന്തിക്കാൻ അതിൻ്റെ 10-1 സമയം എടുത്തിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചെയ്ത കാര്യം ഒരിക്കലും വേറെ ആർക്കെങ്കിലും നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അത് നമ്മളെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മളുടെ കഴിവാണ്. അവിടെ നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ ഓരോ സമയത്തും ഞാൻ ആലോചിക്കാറുണ്ട്. അത് ആലോചിക്കുന്ന പല നിമിഷത്തിലും ഞാൻ എന്നെ തന്നെ അംഗീകരിക്കാറുണ്ട്. ഞാനതിൽ അഭിമാനിക്കാറുമുണ്ട്. ഞാൻ വലിയ ട്രോഫി കരസ്ഥമാക്കിയിട്ടോ അല്ലെങ്കിൽ വല്ല സ്കോളർഷിപ്പ് നേടിയിട്ടോ അങ്ങനൊന്നുമല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ
ആ സിറ്റുവേഷനിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ അത് എത്രത്തോളം വലുതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നും. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അഭിമാനിക്കാം. അപ്പം നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കഴിവില്ല നിങ്ങൾ ചിന്തിക്കില്ല. ഈ നേട്ടങ്ങൾ ഒരിക്കലും നമ്മൾ മറന്നു പോകില്ല. നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളുടെ മനസ്സിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് നമുക്കൊരു എനർജി കിട്ടും. അത് വേറെ ആർക്കും നമുക്ക് തരാൻ പറ്റില്ല. ഞാനിപ്പോൾ കുറേ പറയുന്നതിൽ നിന്നും ഒന്നും അല്ലായിരിക്കും നിങ്ങൾക്ക് കുറേ എനർജി കിട്ടുക. ഈ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ മാത്രമേ നിങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മറക്കാണ്ട് നിങ്ങൾക്ക് എപ്പോൾ ഡൗൺ ആവുമെന്ന് തോന്നുന്നു നിങ്ങളത് വീണ്ടും ആലോചിക്കുക. നിങ്ങൾക്ക് അതിൽ നിന്നൊരു എനർജി കിട്ടും. നിങ്ങളൊരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ വിജയത്തിനായിട്ട് ദിവസവും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം വിജയിച്ചില്ല എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും നിങ്ങൾ വിജയിക്കില്ല എന്നല്ല. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അപ്പം എല്ലാവരും കഴിവുള്ളവരാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക, വിജയിക്കുക. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.